പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഒരു പുതിയ വർഷത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരേ സമയം പ്രതീക്ഷയും അല്പം ആശങ്കയുമുണ്ടാകാം. എന്നാൽ ഈ നിമിഷം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് യേശയ്യാ പ്രവാചകനിലൂടെ നാം കേട്ട വചനം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? ലോകത്തിലെ ഏറ്റവും പവിത്രമായ സ്നേഹമാണത്. എന്നാൽ ആ സ്നേഹത്തിനുപോലും പരിമിതികളുണ്ടാകാമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യസഹജമായ മറവികൾക്കോ മാറ്റങ്ങൾക്കോ വിധേയമല്ലാത്ത ഒന്നാണ് ദൈവസ്നേഹം. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാം ആദ്യം ആർജിക്കേണ്ടത് ഈയൊരു ബോധ്യമാണ്: നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല എന്ന വലിയ സത്യം. കഴിഞ്ഞുപോയ വർഷത്തിൽ നമ്മൾ അനുഭവിച്ച ഏകാന്തതയോ പരാജയങ്ങളോ തഴയപ്പെടലുകളോ എന്തുമാകട്ടെ, അവയൊന്നും നമ്മുടെ മൂല്യം കുറയ്ക്കുന്നില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം തന്റെ ഉള്ളംകൈയിലേക്ക് നോക്കുമ്പോഴെല്ലാം അവിടെ നിങ്ങളെ കാണുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പേരുണ്ട്. ഇതിലും വലിയൊരു അംഗീകാരവും സുരക്ഷിതത്വവും മറ്റെന്നാണ് നമുക്ക് ലഭിക്കാനുള്ളത്? അതുകൊണ്ട് പുതുവർഷത്തിനായുള്ള തയ്യാറെടുപ്പുകളിൽ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഭയത്തെയും അരക്ഷിതാവസ്ഥയെയും നാം പടിക്കു പുറത്തു നിർത്തണം. വരാനിരിക്കുന്ന ഓരോ ദിവസവും എനിക്കെന്ത് സംഭവിക്കും എന്നതിനേക്കാൾ എന്നെ നയിക്കുന്നത് ആരാണ് എന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. എന്റെ ദൈവം എന്നെ മറക്കില്ല എന്ന ഉറപ്പ് നമുക്ക് ഏത് പ്രതിസന്ധിയിലും വലിയ ധൈര്യം നൽകും. പതറുന്ന നിമിഷങ്ങളിൽ വീണുപോകുമെന്ന് തോന്നുമ്പോൾ അവിടത്തെ ഉള്ളംകൈയിൽ സ്നേഹപൂർവ്വം ചേർക്കപ്പെട്ടവരാണ് നാമെന്നോർക്കുക. ഈ പുതുവർഷത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. നമ്മെ ദൈവം സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെയും കരുതുമെന്ന്. ആരും സഹായിക്കാനില്ലാത്തവർക്കും സ്നേഹം കൊതിക്കുന്നവർക്കും ദൈവത്തിന്റെ കരുതലിന്റെ അടയാളമായി മാറാൻ നമുക്ക് സാധിക്കണം. പുതിയ വർഷം വെറും കലണ്ടറിലെ മാറ്റമല്ല, മറിച്ച് ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തിലുള്ള നമ്മുടെ വളർച്ചയാകട്ടെ. എല്ലാവർക്കും പ്രത്യാശാനിർഭരമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി.